നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പുതിയ കരട് വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ കരട് ലിസ്റ്റിൽ പേരില്ലാത്ത ധാരാളം പേരുണ്ട്. ഇതിൽ SIR ഫോം ലഭിക്കാത്തവരും SIR ഫോം പൂരിപ്പിച്ചു കൊടുത്തവരുമുണ്ട്. SIR ഫോം കൊടുത്തവർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായതിന് കാരണം മതിയായ രേഖകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ളവർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് ലഭിക്കുന്നതാണ്. നോട്ടീസ് ലഭിച്ചാൽ ഹിയറിംഗിന് ഹാജരായി മതിയായ രേഖകൾ സമർപ്പിക്കുന്നതോടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ്. ഇതുവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരും SIR ഫോം ലഭിക്കാത്തവരും പുതുതായി വോട്ട് ചേർക്കേണ്ടതാണ്. അതിനായി ഫോം 6 ആണ് ഉപയോഗിക്കേണ്ടത്. ഓൺലൈനായും ഓഫ്ലൈനായും ഇത് അപേക്ഷിക്കാവുന്നതാണ്. പ്രവാസികളാണെങ്കിൽ ഫോം 6A ആണ് ഫിൽ ചെയ്തു കൊടുക്കേണ്ടത്. പ്രവാസികൾക്ക് പുതിയ വോട്ട് ചേർക്കുന്നതിനുള്ള 6A ഫോം ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഗൂഗിളിൽ ceo.kerala.gov.in എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന CEO കേരള എന്നത് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വോട്ടേഴ്സ് പോർട്ടൽ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറും ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈനപ്പ് എന്നത് സെലക്ട് ചെയ്യുക. വിദേശത്തുള്ളവരാണെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് സിലക്ടർ എന്നത് സെലക്ട് ചെയ്യുക. അതിന് താഴെ ഇമെയിൽ IDയും ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വിൻഡോയിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത് വെരിഫൈ OTP എന്നത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും ലോഗിൻ പേജിലേക്ക് വന്ന് ഇമെയിൽ IDയും ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഈ ഒരു വിൻഡോയിലാണ് എല്ലാത്തരം ഫോമുകളും കാണാൻ സാധിക്കുന്നത്. നാട്ടിലുള്ളവരാണെങ്കിൽ ഫോം 6 ആണ് ഉപയോഗിക്കേണ്ടത്. വിദേശത്തുള്ളവരാണെങ്കിൽ ഫോം 6A ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഫോം 6A എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ 6A ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. ഫസ്റ്റ് സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് താഴെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് നെയിം ആദ്യം ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ മലയാളത്തിലാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റ് നെയിം ആദ്യം ഇംഗ്ലീഷിലും അതിന് താഴെ മലയാളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴെ റിലേറ്റീവിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റിലേഷനും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യുക. ഇവിടെ പ്ലേസ് ഓഫ് ബർത്ത് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. എല്ലാം ഫിൽ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നാട്ടിലുള്ള അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. പാസ്പോർട്ടിലുള്ള സെയിം അഡ്രസ്സ് തന്നെ വേണം ഇവിടെയും കൊടുക്കാൻ. ഇവിടെ പാസ്പോർട്ട് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലം, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റും ഇഷ്യൂ ചെയ്ത ഡേറ്റും എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ വിസ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഇത് നിർബന്ധമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ വിദേശത്തേക്ക് എന്താവശ്യത്തിനാണ് പോയതെന്നാണ് ചോദിക്കുന്നത്. പഠനത്തിനാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് സെലക്ട് ചെയ്യുക. എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്ന് സെലക്ട് ചെയ്യുക. മറ്റെന്തെങ്കിലും കാരണമാണെങ്കിൽ അതർ എന്നതും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ നിങ്ങൾ ആദ്യമായി വിദേശത്തേക്ക് പോയ ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വിദേശത്ത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് കൊടുത്ത ശേഷം നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഡയമെൻഷൻ പറയുന്നത് 3.5 cm x 3.5 cm ആണ്. JPG ഫോർമാറ്റിലുള്ള ഫയലുകളായിരിക്കണം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് കാണുന്ന ഈ ഒരു ഡിക്ലറേഷനിൽ താഴെയായി മൈ നെയിം ഹാസ് നോട്ട് ഓൾറെഡി ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദിസ് എന്നത് സെലക്ട് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ പ്ലേസ് എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. താഴെ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിലും കാണാൻ സാധിക്കും. എല്ലാം കറക്റ്റ് ആണെങ്കിൽ താഴെ കാണുന്ന സൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈൻ ചെയ്യാനുള്ളൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇതോടൊപ്പം തന്നെ ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്.